കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് 10ലാണ് വ്യാഴം. 10ാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നല്ലതാണ്, കർമ്മത്തിലല്ലേ നിൽക്കുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണെന്ന് മനസ്സിലാക്കി അതിന് കറക്റ്റായിട്ട് അറിഞ്ഞ് നിയമവശങ്ങൾ അറിഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകണം. നമ്മളൊരു കർമ്മത്തിലേക്ക് പോകുമ്പോൾ ഇന്നത് ചെയ്യാനാണ് പോകുന്നത്, അത് ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോവുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പം എപ്പോഴും കർമ്മത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ കർമ്മ തടസ്സങ്ങളെ ഉണ്ടാക്കൂത്രേ വ്യാഴം. അപ്പോൾ ആ തടസ്സങ്ങൾ പോവാനാണ് നമ്മൾ വിഘ്നേശ്വരനെ കാണുക, ഒരു തേങ്ങ മുട്ടിറക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. ധനപരമായിട്ട് വല്ല ഡീലിങ്സിനൊക്കെ പോകുന്ന സമയത്ത് ഇതൊക്കെ വളരെയധികം നന്നായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമാണ്. ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരത്തിയുടെ അരഭാഗവുമാണ് കൂടി ചേരുന്നത്. അപ്പോൾ ഈ ആൾക്കാരാണ് 10ാം ഭാവത്തിലേക്ക് വ്യാഴത്തിൻ്റെ ഉള്ളത്. അപ്പോൾ കർമ്മത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഭാവമാണ് വ്യാഴം നിൽക്കുന്നത്, 10ാം ഭാവം നിൽക്കുന്നത്. അത് ബുധൻ്റെ ക്ഷേത്രമാണ്. പണം ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക. അത് നമ്മൾ തന്നു എന്ന് പറയും, ചിലപ്പോൾ അത് തന്നില്ല എന്ന് പറയും. നമ്മുടെ ഓർമ്മ ബുധനല്ലേ, നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.